നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് ഓർഡിനൻസ് മടക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഓർഡിനൻസ് ഒപ്പിട്ടത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നാണ് തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇതിനെതിരെ BJPയും പ്രതിപക്ഷ കക്ഷികളും പ്രതിഷേധം അറിയിച്ചിരുന്നു. സർക്കാർ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പാർട്ടികളുമായി കൂടിയാലോചന നടത്താതെയുമാണ് തീരുമാനമെടുത്തതെന്നായിരുന്നു പ്രതിപക്ഷ ആക്ഷേപം. അതേസമയം ഓർഡിനൻസിൽ അനുമതി ലഭിക്കാതെ നിയമസഭാ സമ്മേളനം വിളിക്കാനാകില്ല എന്നായിരിക്കെ സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനൊരുങ്ങുകയാണ് സർക്കാർ. പഞ്ചായത്തുകൾ മുതൽ കോർപ്പറേഷൻ വരെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനാണ് തീരുമാനം. ഇതിനായി വാർഡുകൾ വിഭജിക്കുന്നതിന് ഓർഡിനൻസ് ഇറക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ഈ ഒറ്റ അജണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ് ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നത്. വാർഡ് വിഭജനം നടപ്പാക്കുന്നതോടെ 1200 വാർഡുകൾ അധികമുണ്ടാകും. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് 2019 ജനുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയിരുന്നു. എന്നാൽ അന്നും ഗവർണർ ഇത് ഒപ്പിട്ടില്ല. 2020 ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചെങ്കിലും കോവിഡിനിടെ വാർഡ് വിഭജനം നടന്നില്ലായിരുന്നു. അതേസമയം തദ്ദേശ ഭരണം പിടിച്ചെടുക്കാനായി ഇടത് ഭൂരിപക്ഷമുള്ള രീതിയിൽ വാർഡ് വിഭജനം നടത്താനാണ് സർക്കാർ നീക്കമെന്നും ആക്ഷേപം ഉയരുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്ത് അവസാനമായി വാർഡ് വിഭജനം നടന്നത് 2011 13 വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് വീണ്ടും വിഭജനത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. 2015 വിഭജനത്തിന് ശ്രമം നടന്നെങ്കിലും ഭാഗികമായി മാത്രമാണ് നടന്നത്. കോടതി ഇടപെടൽ ഉണ്ടായതിനാൽ ഭാഗികമായി ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത്. കരട് വിജ്ഞാപനം ചെയ്യുമ്പോൾ സംബന്ധിച്ച് പരാതി നൽകാനാകൂ. തുടർന്ന് ഹിയറിംഗും മറ്റും നടത്തി പരാതികൾ പരിഹരിക്കുമെന്ന് പറയുമെങ്കിലും കാര്യമായ മാറ്റമൊന്നും വരുത്താറുമില്ല. പിന്നെ കോടതി മാത്രമാകും ആശ്രയം. 1200 വാർഡുകൾ അധികമായി വരുമ്പോൾ തന്നെ അംഗങ്ങളുടെ ഓണറേറിയം അടക്കം പ്രതിമാസം 75 ലക്ഷം രൂപ അധികം വേണ്ടിവരും.